ഇടിമുഴക്കം പോലെ ശബ്ദം, സിംഹഗർജനം പോലെ ആഹ്വാനം. ഇത് നമ്മൾ കേൾക്കുമ്പം തന്നെ അറിയാം ആരെ പറ്റിയാണ്. VS അച്യുതാനന്ദനെ പറ്റിയാണ്. ഈ ഒരു കവിതയുടെ ഹെഡ്ലൈനാണിത്. ഇത് എഴുതിയത് G സുധാകരനാണ്. ഈ ഒരു കവിതയിൽ VS അച്യുതാനന്ദനെ പുകഴ്ത്തിക്കൊണ്ടും ഒപ്പം പിണറായിക്കിട്ട് ഒരു കൊട്ട് കൊടുത്തുകൊണ്ടുമാണ് ഈ ഒരു കവിത നിർത്തുന്നത് തന്നെ. കണ്ണേ കരളെ VS ധീരതയോടെ നയിച്ചോളൂ, ഇതാണ് കേരളം മുഴുവൻ വിളിച്ചുകൊണ്ട് നടന്നത്. 2000 മുതൽ ഇങ്ങോട്ട് 2006 VS മുഖ്യമന്ത്രിയായി അല്ലേ? 2011 VS മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതാണ് ചിലർക്ക് സഹിക്കാൻ കഴിയാതെ പോയത്. VS ചിലരെയൊക്കെ ഒന്ന് വിറപ്പിച്ചു. VS ജീവനോടുണ്ട്, അദ്ദേഹത്തിന് 100 വയസ്സും കഴിഞ്ഞു. ആരോഗ്യ പ്രശ്നമല്ലേ, 100 വയസ്സ് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. സുധാകരന്റെ ഈ ഒരു കവിതയിൽ അദ്ദേഹം ചെയ്ത ഒപ്പം ചില കാര്യങ്ങൾ, ചില ക്ഷമാപണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു കവിത അവസാനിപ്പിക്കുന്നതും തുടങ്ങുന്നതും ഒക്കെ. പല കാര്യങ്ങളും ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ പാർട്ടിക്കകത്ത് ചില ബോംബുകളൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരൊറ്റ കവിതയിലൂടെ. ഉണ്ട്, അല്ല പൊട്ടാനൊന്നുമില്ല. പിന്നെ G സുധാകരൻ കാര്യങ്ങളൊക്കെ തുറന്നടിക്കുന്ന ഒരാളാണ്. G സുധാകരനെ സംബന്ധിച്ചിടത്തോളം അഴിമതി ഇല്ലാത്ത ഒരാളാണ്. വളരെ ലാളിത്യത്തോടു കൂടി പോകുന്ന ഒരാളാണ്. കയ്യിലിരുന്നത് ഒന്നാന്തരം ഗംഭീര വകുപ്പ്. അപ്പം മരുമകൻ്റെ കയ്യിലിരിക്കുന്ന വകുപ്പാണ് 2016 G സുധാകരൻ്റേതിൽ ഇരുന്നത്, പൊതുമരാമത്ത്. ഒരു കറയും അദ്ദേഹത്തിൻ്റെ കൈകളിൽ പുരണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയക്കേണ്ട കാര്യവുമില്ല. കുട്ടനാടിൻ്റെ വീരപുത്രൻ എന്നാണ് അദ്ദേഹം VSനെ പറഞ്ഞിരിക്കുന്നത്. VSന് പത്മവ്യൂഹം തീർത്തു 2011. പത്മവ്യൂഹം എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. സൈന്യത്തെ അണിനിരത്ത്. വ്യൂഹം എന്ന് പറഞ്ഞാൽ സൈന്യം, പത്മം താമര. താമരയുടെ ആകൃതിയിൽ സൈന്യങ്ങളെ നിരത്തി നിർത്തും. എന്നിട്ട് ശത്രുവിനെ അതിനകത്ത് കയറ്റും. അവിടെ വച്ച് വക വരുത്തും. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. ഈ മഹാഭാരതത്തിൽ ഈ പത്മവ്യൂഹം പറയുന്നുണ്ട്. അതിനകത്ത് വെച്ചാണ് പിന്നെ അഭിമന്യുവിനെ വധിക്കുന്നത്. പിന്നെ അർജുനൻ്റെ ഭാര്യയായ പിന്നെ ഭാര്യ സുഭദ്ര ഈ കഥ പിന്നെ കേൾക്കുമ്പം പിന്നെ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് അർജുൻ ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഈ സുഭദ്രയുടെ വയറ്റിലായിരുന്നു അഭിമന്യു. അത് ഇങ്ങനെ കഥയൊക്കെ കേട്ട് മൂളുന്നുണ്ട്. പത്മവ്യൂഹം എങ്ങനെ ഭേദിച്ച് കടക്കാമെന്നുള്ള കഥയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അതെ അതെ, എങ്ങനെ ഇറങ്ങാമെന്നുള്ളത് പറഞ്ഞു കൊടുത്തില്ല. കാരണം വയറ്റിൽ കിടക്കുമ്പോഴേ നീ ഇത്ര വലിയ ആളാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ അമ്മാവനായ എന്നെ നീ തട്ടിക്കളയുമല്ലോ എന്ന് ഭയന്ന് പണ്ട് കൃഷ്ണൻ അമ്മാവനെ തട്ടിയിട്ടില്ല. അതുകൊണ്ട് കഥ പറഞ്ഞു കൊടുത്തില്ല. പോട്ടെ, എന്ന് പറഞ്ഞതുപോലെ ഈ പത്മവ്യൂഹത്തിനകത്തു വെച്ച് തീർത്തു VSനെ. ആര്? പിണറായി തീർത്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് പിണറായി ക്രമേണയാണ് ഇങ്ങനെ പാർട്ടി മുഴുവൻ പിടിച്ചടക്കിക്കൊണ്ടിരുന്നത്. VS പക്ഷക്കാരെ മുഴുവൻ ഒതുക്കി തീർത്തു, അല്ലെങ്കിൽ തൻ്റെ വരുതിയിൽ കൊണ്ടുവന്ന് നിർത്തി. 15 വർഷം പാർട്ടിയുടെ സെക്രട്ടറി. പിന്നെ അത് കഴിഞ്ഞ് 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക്. മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോഴും പാർട്ടിയെ മുഴുവൻ നിയന്ത്രിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 25 വർഷം, 1/4 നൂറ്റാണ്ട് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കൊണ്ടുപോയി എവിടെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? മുണ്ടെടുത്ത സ്റ്റാലിൻ. പിണറായിയെ സംബന്ധിച്ചിടത്തോളം കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ. എന്തിനും ഏതിനും ഔദ്യോഗിക തലത്തിലേക്ക് പോയാൽ പോലും കുടുംബവുമായിട്ടാണ്. വിഴിഞ്ഞത്ത് നമ്മൾ കണ്ടതെന്താണ്? കൊച്ചുമോൻ സഹിതമല്ലേ അവിടെ ഇരുന്നുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന പദ്ധതിയെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കൊണ്ടുചെന്ന് ഇരുത്തിയത്. അപ്പം ഇവിടെ നോക്കിക്കേ, VS അച്യുതാനന്ദനെ വാഴ്ത്തുന്നു. VS അച്യുതാനന്ദൻ വാഴ്ത്തപ്പെടേണ്ട ഒരാൾ തന്നെയാണ്. VS അച്യുതാനന്ദൻ ഇവിടെ പല കാര്യങ്ങളിലും ധീരമായി മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ്. പിന്നെ ലാവ്ലിൻ കേസിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ VS ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആളല്ലേ? എന്തും തുറന്ന് പറയുന്ന ആൾ തന്നെയാണ്. VS ഉണ്ടാക്കിയ ഇവർ 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഈ കേരളത്തിലെ സകല മണ്ഡലങ്ങളിലും
VSന്റെ പടം ഉൾപ്പെടെയുള്ള ഫ്ലെക്സും CPM സ്ഥാനാർത്ഥിയെയുമാണ് വെച്ചുകൊണ്ട് വോട്ട് വാങ്ങിച്ചതെന്ന് ഓർക്കണം ഇവര് 2016. എന്നിട്ട് 2016 VSനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കി ഒരിടത്തങ്ങ് ഇരുത്തി. ശരി പോട്ടെ, 2016 അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും വരാൻ പറ്റത്തില്ല, ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക്, പ്രായാധിക്യം. 2011 വളരെ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാർ നിലനിന്നിരുന്നത്. അങ്ങനെ VSനെ എത്രത്തോളം ഒതുക്കാം, VSനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടി ഭരണം വരെ അവിടെ വരെ ഈ കൃത്രിമം കാണിച്ച് പാർട്ടിയെ തൻ്റെ രീതിയിൽ കൊണ്ടുവന്ന ആളാണ് പിണറായി. നോക്കുക, കയ്യിൽ കഠാരയോ കത്തിയോ ഒന്നുമില്ലാതെ എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് പോയ ആളാണ്. ഇത് പിണറായിക്കിട്ടൊരു കുത്താണ്. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ഞാൻ മറ്റേ പോയിരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. VS ഒരിക്കലും ഈ ജനങ്ങളിൽ നിന്ന് അകന്നില്ല എന്നുള്ളതാണ്. വളരെ സൗഹൃദത്തോടു കൂടി തന്നെയാണ് മാധ്യമപ്രവർത്തകരോടുമൊക്കെ സംസാരിച്ചിട്ടുള്ളതും കാര്യങ്ങളെല്ലാം പറയുന്നതിനൊക്കെ തന്നെ. അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ഒരു ശൈലി ജനങ്ങളെ കൂടുതൽ ആകർഷിച്ചു എന്നുള്ളത്. ഇന്നും ഈ കൊച്ചു കുട്ടികളൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു സൗണ്ട് ഉൾപ്പെടെ മിമിക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ട്. കാരണം ഇപ്പോഴും VSന്റെ ആ ഒരു പ്രഭാഷണവും കാര്യങ്ങളും ഒക്കെ കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ പോലും അല്ലെ അവരിൽ പോലും അനുകരിക്കുന്നു എന്നുള്ളതാണ്. VSന് ഈ നീട്ടി കുറുക്കി സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട്, ആരോഹണ അവരോഹണ ക്രമത്തിലേക്ക്. അത് അദ്ദേഹത്തിൻ്റെ ഈ കൃത്യമായ ഒരു ഒരു ദിനചര്യയുണ്ട്. യോഗ അല്ലേ, നടത്തം, ആഹാരം. നമ്മൾ കണ്ടിട്ടുള്ള പിറന്നാളിനൊക്കെ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതെ, ആഹാരത്തിലൊക്കെ വളരെ നിഷ്ഠ വെച്ച് പുലർത്തുന്ന ആളാണ്. അപ്പൊ പ്രത്യേക ഒരു ജീവിത രീതി, കുളി, ഇതൊക്കെ ആ മനുഷ്യന് വേണ്ടതായ കാര്യങ്ങളെല്ലാമാണ്. അത്തരത്തിലാണ് ജീവിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം 100 വയസ്സ് കഴിഞ്ഞിട്ടും ഓർമ്മക്കുറവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്നു. ഇത് ഇപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും അറിയുന്നില്ല പോലും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ നിൽക്കാറുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ എതിർ പാർട്ടിയിലുള്ളവർ പോലെ ഈ പ്രസംഗം ഈ നീട്ടിക്കുറുക്കിയുള്ള ഇത് കേൾക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളൊക്കെ കേൾക്കാനും. പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ VS പ്രസംഗിക്കുകയും എഴുന്നേൽക്കുമ്പോഴും പ്രസംഗിച്ച് കഴിയുമ്പോഴും അണികള് VS ധീരതയോടെ നയിച്ചോളൂ എന്നൊക്കെ ആഞ്ഞ് ശബ്ദത്തിൽ വിളിക്കുകയാണ്. തിരമാലകളും സമുദ്രവും. കോട്ടയത്തെ സമ്മേളനത്തില് ഇത് സംസ്ഥാന സമ്മേളനത്തില് പിണറായിയെ വളരെ അസ്വസ്ഥനാക്കി. അദ്ദേഹം പറഞ്ഞു, ഈ അന്ന് ഇത്തിരി അല്പം സമാപന സമ്മേളനം ഒരു കോരിച്ചൊരിയുന്ന മഴ കൂടിയാണ്, ഇത് കുടിച്ചു കൂത്താടി വയറ്റിൽ കിടക്കുന്ന കള്ളുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കേണ്ട ഇടമല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങ് ആക്രോശിച്ചു. കാരണം VSനെ അനുകൂലിച്ചുള്ള മുദ്രാവാക്യം വിളി നിർത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് സഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ജാഥ സമാപിക്കുമ്പോൾ VS വരുമോ ഇല്ലയോ എന്നുള്ളത് വലിയ ഇതായിരുന്നു. ഒടുവിൽ VS അവിടെ ആ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോഴാണ് പറഞ്ഞത് ഒരു ഉറുദു കവിത കോട്ട് ചെയ്തത് അല്ലേ. അതിലെ സമുദ്രത്തിനോട് തിരമാലയുടെ കാര്യമൊക്കെ പറഞ്ഞു. അത് കോരി ബക്കറ്റിൽ ഒഴിക്കുമ്പോൾ ആ തിരമാല കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അത് കടലിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഗർജനം എന്നൊക്കെ പറയുകയുണ്ടായി. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, പിണറായിയെ എത്രയോ പേര് വാഴ്ത്തുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ലയോ? ഈ P ജയരാജനെ വാഴ്ത്തിയപ്പോൾ അതും സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് മറ്റേതെന്ന് പറഞ്ഞാൽ അണികൾ അവരുടെ ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ഈ പറയുന്ന മുദ്രാവാക്യങ്ങളാണ്. ഇത് കാശ് കൊടുത്തു. ഇപ്പൊ സെക്രട്ടേറിയറ്റ് മറ്റേ ലെജൻഡ് എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി ഉൾപ്പെടെ പൈസ കൊടുത്തുണ്ടാക്കുന്നതല്ലേ, എല്ലാം അങ്ങനെ ചെയ്യുന്നതല്ലേ. അപ്പൊ ഇനിയും പല കാര്യങ്ങൾ സുധാകരൻ തുറന്നു പറയും. ഇപ്പോൾ G സുധാകരൻ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കവിത എഴുതാൻ വേണ്ടി അദ്ദേഹം നേരത്തെ എഴുതിയിട്ടുണ്ട്, മുന്നേ എഴുതിയിട്ടുള്ള വിവാദങ്ങളായിട്ടുള്ള കവിത. ഞാൻ പറയട്ടെ, സുധാകരൻ ഒരു കവി എന്നുള്ള രീതിയിൽ വലിയ ഒരു പറയാൻ പറ്റാത്തത് ഇതിലൂടെ കൊടുക്കുക. ഞാൻ ഒരു കവി എന്നുള്ള രീതിയിലൊന്നും ഞാൻ സുധാകരനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പം നമ്മൾ വലിയ കവിത്വമുള്ള ആളാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം നന്നായി പുസ്തകങ്ങൾ വായിക്കുകയും രാമായണം മുഴുവൻ നന്നായി വായിച്ച് എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഈ പലപ്പോഴും ഈ രാഷ്ട്രീയ കളികളാണെങ്കിലും പോരാട്ടങ്ങളൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള മേഖലയിലൊക്കെ നിൽക്കുന്നവരുടെ ഓട്ടോബയോഗ്രഫി അവസാന ഒരു ജീവിതത്തിൻ്റെ ഒരു നിശ്ചിത സ്റ്റേജ് കഴിയുമ്പോൾ ഇവർ ഇത്തരത്തിലുള്ള ചില പശ്ചാത്താപങ്ങൾ അല്ലെങ്കിൽ അവരുടെ ക്ഷമാപണങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ G സുധാകരനും തോന്നാനുള്ള കാരണം
അങ്ങനെ ഉണ്ടാകാറില്ലേ? ജി സുധാകരൻ ചില തുറന്നടിക്കുക. കാര്യങ്ങളിൽ ചിലരോടൊപ്പം നിന്നതിന്റെ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ഷമാപണം അല്ല, സുധാകരൻ തുറന്നടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പാർട്ടിയെ വേറൊരു വഴിക്കൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ക്ലേശിച്ചുകൊണ്ടുകൂടിയാണ് സുധാകരൻ ഇപ്പോൾ ഇത്തരത്തിൽ കവിതയിലൂടെ പല കാര്യങ്ങളും പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.